ദൈവത്തിനു സ്തുതി. MJTV സഭാ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അജിൻ ജോ അഗസ്റ്റിൻ. പ്രധാന വാർത്തകൾ. മദ്യനയത്തിൽ സർക്കാർ വെള്ളം ചേർക്കരുതെന്ന് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി. KCBC പ്രോ ലൈഫ് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. സഭയ്ക്കെതിരെയുള്ള സംഘടിത നീക്കങ്ങളെ തിരിച്ചറിയണമെന്ന് മാർ ആൻഡ്രൂസ് താഴത്ത്. അഖില കേരള മദർ തെരേസ ബൈബിൾ ക്വിസ് മെയ് 1. ക്രിസ്തുമതം സ്വീകരിച്ചാൽ സംവരണം എടുത്തുമാറ്റുന്ന നിലപാട് വേദനാജനകമെന്ന് കർദിനാൾ മാർ ബസേലിയോസ് ക്ലീമീസ്. സിസ്റ്റർ സുധാ വർഗീസിന് വനിതാ വുമൺ ഓഫ് ദി ഇയർ പുരസ്കാരം. മാർപ്പാപ്പ കൊളംബിയ സന്ദർശിക്കുമെന്ന് വത്തിക്കാൻ. വാർത്തകൾ വിശദമായി. മദ്യനയത്തിൽ സർക്കാർ വെള്ളം ചേർക്കരുതെന്ന് കർദിനാൾ ജോർജ് ആലഞ്ചേരി. മദ്യനയ അട്ടിമറി നീക്കത്തിനെതിരെ KCBC മദ്യവിരുദ്ധ സമിതി പാലാരിവട്ടം POCയിൽ സംഘടിപ്പിച്ച ഏകദിന കൂട്ട ഉപവാസ സമരത്തിൽ മുഖ്യ സന്ദേശം നൽകുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് നിലവിലുള്ള മദ്യനയത്തെ സർക്കാർ ദുർബലമാക്കരുതെന്നും മദ്യം കുടുംബ സംസ്കാരത്തെയും ധാർമ്മിക മൂല്യങ്ങളെയും ഇല്ലാതാക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ജനമനസാക്ഷിയെ തട്ടിയുണർത്താനാണ് മദ്യവിരുദ്ധ സമിതിയുടെ ഉപവാസ സമരം. മദ്യവിരുദ്ധ പോരാട്ടത്തോടൊപ്പം സഭ എന്നുമുണ്ടാകുമെന്നും സഭയുടെ പ്രവാചക ദൗത്യമാണിതെന്നും മേജർ ആർച്ച് ബിഷപ്പ് പറഞ്ഞു. മദ്യനയത്തിന്റെ കാര്യത്തിൽ ടൂറിസ്റ്റുകളോടല്ല കേരളത്തിലെ ജനങ്ങളോടാണ് സംസ്ഥാന സർക്കാരിന് പ്രതിബദ്ധത വേണ്ടതെന്ന് KCBC മദ്യവിരുദ്ധ സമിതി ചെയർമാൻ ബിഷപ്പ് മാർ റെമിജിയോസ് ഇഞ്ചനാനിയൽ ഉദ്ഘാടന സന്ദേശത്തിൽ പറഞ്ഞു. ബാങ്ക് ഓഫ് അമേരിക്കയുടെ മുൻ വൈസ് പ്രസിഡന്റ് ഇനി വാഷിംഗ്ടൺ അതിരൂപതയുടെ സഹായമെത്രാൻ. ബാങ്ക് ഓഫ് അമേരിക്കയുടെ മുൻ വൈസ് പ്രസിഡന്റായ റോയ് എഡ്വേർഡ് ക്യാമ്പലിനെ വാഷിംഗ്ടൺ അതിരൂപതയുടെ സഹായമെത്രാനായി മാർപ്പാപ്പ നിയമിച്ചു. 69-കാരനായ ഫാദർ റോയ് എഡ്വേർഡ് തൻ്റെ 33 വർഷം നീണ്ട ബാങ്ക് ജോലി ഉപേക്ഷിച്ചാണ് അജപാലന ശുശ്രൂഷയിലേക്ക് വന്നത്. ബാങ്കിലെ ജോലിയിൽ നിന്നും വിരമിച്ച റോയ് എഡ്വേർഡ് സെമിനാരി പഠനത്തിനു ശേഷം 2007 തിരുപ്പട്ടം സ്വീകരിച്ചത്. ചെറുപ്പത്തിൽ വൈദികനാകണമെന്ന മോഹം മനസ്സിൽ കൊണ്ടു നടന്നിരുന്ന വ്യക്തിയായിരുന്ന ഫാദർ റോയ് എഡ്വേർഡിന് ചില കാരണങ്ങളാൽ സെമിനാരിയിൽ ചേർന്ന് പഠിക്കുവാൻ കഴിഞ്ഞില്ല. വാഷിംഗ്ടൺ മേഖലയിലെ സജീവ അൽമായ നേതാവായി പ്രവർത്തിച്ചു വരുമ്പോൾ ഭവനരഹിതനായ ഒരു വ്യക്തിയെ കണ്ടുമുട്ടിയ സംഭവമാണ് ഫാദർ റോയ് എഡ്വേർഡിൻ്റെ ജീവിതത്തെ പുതിയ മേഖലയിലേക്ക് കൊണ്ടെത്തിച്ചത്. ഈ സംഭവം യേശുക്രിസ്തുവുമായുള്ള തൻ്റെ ബന്ധത്തിൽ എന്തു നവീകരണം നടത്തണം എന്ന ചിന്തയിലേക്കാണ് ഫാദർ റോയ് എഡ്വേർഡിനെ നയിച്ചത്. തുടർന്ന് ജോലി രാജിവെച്ച് വൈദികനാകാനുള്ള പഠനത്തിനായി സെമിനാരിയിൽ ചേരുകയും 2007 മെയ് 6 വൈദിക പട്ടം സ്വീകരിക്കുകയും ചെയ്തു. ദൈവത്തിൻ്റെ വിളിക്ക് തക്കതായ ഉത്തരം നൽകുവാനുള്ള ശ്രമമാണ് തൻ്റെ ജീവിതത്തിലൂടെ എല്ലായ്പ്പോഴും നടത്തുന്നതെന്ന് ഫാദർ റോയ് എഡ്വേർഡ് പ്രതികരിച്ചു. തന്നെ ദൈവഹിതപ്രകാരം സഹായമെത്രാനായി തിരഞ്ഞെടുത്ത മാർപ്പാപ്പയോട് നന്ദിയുണ്ടെന്നും ഫാദർ റോയ് എഡ്വേർഡ് പറഞ്ഞു. KCBC പ്രോ ലൈഫ് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. ജീവന്റെ മഹത്വത്തെക്കുറിച്ചുള്ള മാധ്യമ ഫീച്ചറുകൾക്കുള്ള KCBC പ്രോ ലൈഫ് സമിതിയുടെ വിശുദ്ധ ജോൺ പോൾ II മാധ്യമ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. ദീപിക കൊച്ചി യൂണിറ്റിലെ സബ് എഡിറ്റർ സിജോ പൈനാടത്ത്, മാതൃഭൂമി കൊച്ചി യൂണിറ്റിലെ ചീഫ് റിപ്പോർട്ടർ ജിജോ സിറിയക്, മലയാള മനോരമ വള്ളികുന്നം ലേഖകൻ D ശ്രീജിത്ത് എന്നിവർക്കാണ് പുരസ്കാരം. 5001 രൂപയും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. 2016 ഡിസംബർ 4 സൺഡേ ദീപികയിൽ പ്രസിദ്ധീകരിച്ച ജിലു ആത്മവിശ്വാസത്തിൻ്റെ കൈക്കരുത്ത് എന്ന ഫീച്ചറാണ് സിജോ പൈനാടത്തിനെ പുരസ്കാരത്തിന് അർഹനാക്കിയത്. 1,00,000-ഓളം പ്രസവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച കോട്ടയം കിടങ്ങൂർ ലിറ്റിൽ ലൂർദ് ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റ് സിസ്റ്റർ ഡോക്ടർ മേരി മാർസലസിനെ കുറിച്ച് മാതൃഭൂമി വാരാന്ത്യ പതിപ്പിൽ പ്രസിദ്ധീകരിച്ച 1000 തിരുപ്പിറവികൾ എന്ന ഫീച്ചർ ജിജോ സിറേക്കിനെയും, സർക്കാർ ആശുപത്രിയിൽ ഉപേക്ഷിക്കപ്പെട്ട കുഞ്ഞിനെ എടുത്തു വളർത്തി മാതൃകയായ മാവേലിക്കര സ്വദേശി ഇന്ദിര സേതുനാഥ കുറുപ്പിനെ കുറിച്ചുള്ള ഫീച്ചർ D ശ്രീജിത്തിനെയും പുരസ്കാരത്തിന് അർഹരാക്കി. ക്രിസ്തുമതം സ്വീകരിച്ചാൽ സംവരണം എടുത്തുമാറ്റുന്ന നിലപാട് വേദനാജനകമെന്ന് കർദിനാൾ മാർ ബസേലിയോസ് ക്ലീമീസ്. ഭാരത കത്തോലിക്ക സഭയുടെ ദളിത് ശാക്തീകരണ നയം പരിഭാഷാ പ്രകാശനവും കർമ്മ പദ്ധതി ഉദ്ഘാടനവും നിർവഹിച്ചു പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. ദളിത് സമൂഹത്തെ പാർപ്പിടം, വിദ്യാഭ്യാസം, ജോലി എന്നിവ നൽകി സമൂഹത്തിൻ്റെ ഉന്നതിയിലെത്തിക്കാൻ എല്ലാവരും ഒരുമിച്ച് നിൽക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ദളിത് വിഭാഗത്തിൻ്റെ ഉന്നമനത്തിനായി ഇപ്പോഴുള്ള നേതൃത്വത്തിൻ്റെ പ്രവർത്തനം മികച്ചതാണെന്നും എല്ലാവരും ഒരേ ലക്ഷ്യത്തോടെ മുന്നോട്ട് പോയാൽ ലക്ഷ്യസ്ഥാനത്ത് എത്തുവാൻ കഴിയുമെന്നും കത്തോലിക്ക ബാവ കൂട്ടിച്ചേർത്തു. KCBC പ്രസിഡന്റ് ആർച്ച് ബിഷപ്പ് ഡോക്ടർ M സൂസപാക്യം അധ്യക്ഷത വഹിച്ചു.
KCBC ദളിത് പിന്നോക്ക വിഭാഗം കമ്മീഷൻ ചെയർമാൻ ബിഷപ്പ് മാർ ജേക്കബ് മുരിക്കൻ ആമുഖ പ്രഭാഷണം നടത്തി. DCMS സംസ്ഥാന മുൻ ഡയറക്ടർ ഫാദർ ജോൺ അരീക്കൽ, KCBC കമ്മീഷൻ സെക്രട്ടറി ഫാദർ ഷാജ് കുമാർ, കമ്മീഷൻ വൈസ് ചെയർമാൻ ബിഷപ്പ് ഫിലിപ്പോസ് മാർ സ്റ്റെഫാനോസ്, തിരുവനന്തപുരം മേജർ അതിരൂപത സഹായമെത്രാൻ ബിഷപ്പ് ഡോക്ടർ സാമുവൽ മാർ ഐറേനിയോസ്, തിരുവനന്തപുരം ലത്തീൻ അതിരൂപത സഹായമെത്രാൻ ബിഷപ്പ് ഡോക്ടർ ആർ ക്രിസ്തുദാസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ഓസ്കാർ റൊമേറോയുടെ മാധ്യസ്ഥതയിൽ അത്ഭുതങ്ങൾ, വിശുദ്ധ പദവി ഉടനെ. വാഴ്ത്തപ്പെട്ട ആർച്ച് ബിഷപ്പ് ഓസ്കാർ റൊമേറോയുടെ മാധ്യസ്ഥതയിൽ വീണ്ടും അത്ഭുത രോഗസൗഖ്യം റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. അമ്മയുടെയും കുഞ്ഞിൻ്റെയും ജീവൻ ഒന്നുപോലെ അപകടത്തിലാവുന്ന സാഹചര്യത്തിലാണ് റൊമേറോയുടെ മാധ്യസ്ഥതയിൽ അത്ഭുത രോഗസൗഖ്യം നടന്നുവെന്ന വാർത്ത. വിശുദ്ധരുടെ നാമകരണത്തിനായുള്ള സംഘം ഈ അത്ഭുതം സ്ഥിരീകരിച്ചാൽ റൊമേറോയുടെ വിശുദ്ധ പദ പ്രഖ്യാപനത്തിലുള്ള നടപടിക്രമങ്ങൾ ഉടനടി ആരംഭിക്കും. ഈ രോഗസൗഖ്യം 7 പേരടങ്ങുന്ന വിദഗ്ധരായ മെഡിക്കൽ സംഘം പരിശോധിക്കും. 6 ദൈവശാസ്ത്രജ്ഞരും 14 കർദിനാൾമാരും സംഘത്തിലുണ്ടായിരിക്കും. പഠനഫലം പോസിറ്റീവായാൽ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അന്തിമാംഗീകാരത്തിനായി ഇക്കാര്യം സമർപ്പിക്കും. വിശുദ്ധ കുർബാന മധ്യേ വെടിയേറ്റ് മരിച്ച ആർച്ച് ബിഷപ്പ് റൊമേറോയെ 2015 വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചത്. സിസ്റ്റർ സുധ വർഗീസിന് വനിതാ വുമൺ ഓഫ് ദ ഇയർ പുരസ്കാരം. പട്ടിണിയിലും അവഗണനയിലും കഴിഞ്ഞിരുന്ന ബീഹാറിലെ മുസഹർ വിഭാഗത്തിൻ്റെ ഉന്നമനത്തിനായി ജീവിതം സമർപ്പിച്ച സിസ്റ്റർ സുധ വർഗീസിന് വനിതാ വുമൺ ഓഫ് ദ ഇയർ പുരസ്കാരം. കോട്ടയം കാഞ്ഞിരത്താനം ചേന്നമ്പറമ്പിൽ സ്വദേശിനിയായ സിസ്റ്റർ സുധ 10ാം ക്ലാസ് കഴിഞ്ഞ ഉടൻ തന്നെ നിരാലംബർക്ക് വേണ്ടി ജീവിതം സമർപ്പിക്കണം എന്ന തീവ്രമായ ആഗ്രഹം മൂലം പാട്നയിലെ നോട്ടർഡാം സഭയിൽ ചേരുകയും അവിടുത്തെ പഠനത്തിന് ശേഷം 10 വർഷത്തോളം അധ്യാപന ജീവിതം നയിക്കുകയും തുടർന്ന് ജോലി ഉപേക്ഷിച്ച് ബീഹാറിലെ ദളിത് വിഭാഗത്തിൻ്റെ ഉന്നമനത്തിനായി പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. സിസ്റ്റർ സുധയുടെ പ്രതിഫലമില്ലാത്ത പ്രവർത്തനത്തിന് രാജ്യം 2006 പത്മശ്രീ നൽകി ആദരിച്ചു. ശൈശവ വിവാഹവും സ്ത്രീപീഡനങ്ങളും പതിവായിരുന്ന ബീഹാറിലെ മഹാദളിത് വിഭാഗമായ മുഹസറുകൾക്ക് ഇടയിലാണ് സിസ്റ്റർ സുധ തൻ്റെ ജീവിത ദൗത്യം ആരംഭിച്ചത്. ഗ്രാമത്തിലെ പെൺകുട്ടികൾക്ക് 10ാം ക്ലാസ് വരെ താമസിച്ച് പഠിക്കാൻ ബാലികാ വിദ്യാലയങ്ങൾ, അമ്മമാർക്ക് വേണ്ടി രൂപീകരിച്ച മാതാസമിതി അംഗൻവാടികൾ, തെരുവിലെത്തപ്പെടുന്ന പെൺകുട്ടികൾക്കും വയോജനങ്ങൾക്കുമുള്ള സംരക്ഷണ കേന്ദ്രങ്ങൾ, സ്ത്രീകൾക്കായുള്ള ലഘുഭക്ഷണ നിർമ്മാണ കേന്ദ്രങ്ങൾ തുടങ്ങി ഒട്ടേറെ പ്രവർത്തനങ്ങൾക്ക് ഇന്ന് സിസ്റ്റർ സുധ വർഗീസ് നേതൃത്വം നൽകുന്നു. മൗലാന അബ്ദുൽ കലാം ശിക്ഷ എഡ്യൂക്കേഷൻ അവാർഡ്, ഗോഡ്ഫ്രെ ഫിലിപ്സ് ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ്, ഐക്കൺ ഓഫ് ബീഹാർ അവാർഡ്, ഗുഡ് സാമറിറ്റൻ അവാർഡ് എന്നീ പുരസ്കാരങ്ങളും സിസ്റ്റർ സുധയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. ഇനി ഒരു ചെറിയ ഇടവേള. ആരാധിക്കാൻ ആത്മാവിൽ ഞാൻ അണയുന്നു പ്രിയനേശുവേ. കനലാളുന്ന നേരം, കരൾവാടുന്ന നേരം, കനിവോടെത്തും മഞ്ഞുതുള്ളി ദൈവം. ഈശോ ദിവ്യകാരുണ്യം, ഈശോ ദിവ്യകാരുണ്യം, നാം ഇതുവരെ തേടിയലഞ്ഞ കാരുണ്യം. വാർത്തകൾ തുടരുന്നു. വെസ്റ്റ് വെർജീനിയയ്ക്ക് പിന്നാലെ ആർക്കൻസാസും ബൈബിൾ ഔദ്യോഗിക ഗ്രന്ഥമാക്കുവാൻ ബിൽ അവതരിപ്പിച്ചു. അമേരിക്കയിൽ വെസ്റ്റ് വെർജീനിയയ്ക്ക് പിന്നാലെ ആർക്കൻസാസ് സംസ്ഥാനത്തും ബൈബിൾ ഔദ്യോഗിക ഗ്രന്ഥമാക്കുവാൻ ശ്രമം. ഡ്വൈറ്റ് ടോഷ് എന്ന നിയമസഭാ പ്രതിനിധിയാണ് ബൈബിളിനെ സംസ്ഥാന ഗ്രന്ഥമാക്കണമെന്ന ആവശ്യവുമായി ആർക്കൻസാസിലെ നിയമനിർമ്മാണ സഭയുടെ മുൻപാകെ ബിൽ സമർപ്പിച്ചിരിക്കുന്നത്. ബില്ലിന് പിന്തുണയുമായി മറ്റ് പ്രതിനിധികളും. സഭയ്ക്കെതിരെയുള്ള സംഘടിത നീക്കങ്ങളെ തിരിച്ചറിയണമെന്ന് മാർ ആൻഡ്രൂസ് താഴത്ത്. സഭ ചെയ്യുന്ന നന്മകളെ പൂർണ്ണമായും തമസ്കരിച്ച് ഒറ്റപ്പെട്ട തിന്മകളെ പർവ്വതീകരിച്ച് സോഷ്യൽ മീഡിയകളിലും ചില മാധ്യമങ്ങളിലും വ്യാപകമായി നടപ്പാക്കുന്ന ദുഷ്പ്രചാരണങ്ങളെ വിശ്വാസികൾ തിരിച്ചറിയണമെന്ന് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത്. പാലയൂർ കൺവെൻഷനിൽ ദിവ്യബലിക്കിടയിൽ സന്ദേശം നൽകുകയായിരുന്നു അഭിവന്യ പിതാവ്. ഭീകരർ തട്ടിക്കൊണ്ടുപോയ ഫാദർ ടോമിൻ്റെ സേവനവും യമനിൽ കൊല്ലപ്പെട്ട 4 കന്യാസ്ത്രീകളുടെയും മദർ തെരേസയുടെയും സേവനവും ഇവർ കാണുന്നില്ല. സഭ ചെയ്യുന്ന നിരവധിയായ നന്മകൾ കാണാതെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉയർത്തിക്കാട്ടി വൈദികരും കന്യാസ്ത്രീകളും യൂദാസുമാരാണെന്ന് ചിത്രീകരിക്കാനുള്ള ശ്രമം വേദനിപ്പിക്കുന്നതാണ്.
വിവിധ മേഖലകളിലായി കോടിക്കണക്കിന് രൂപയുടെ സേവനം ചെയ്യുന്ന സഭയുടെ നന്മ കാണാൻ സോഷ്യൽ മീഡിയയ്ക്ക് കണ്ണില്ല. യഥാർത്ഥ തിരിച്ചറിവ് ലഭിക്കുവാൻ വിശ്വാസികൾക്ക് ഉൾക്കാഴ്ച വേണമെന്നും ആത്മാവിനാൽ നിറഞ്ഞ് ആത്മാവിനാൽ നയിക്കപ്പെടണമെന്നും ബിഷപ്പ് പറഞ്ഞു. അഖില കേരള മദർ തെരേസ ബൈബിൾ ക്വിസ് മെയ് 1 എറണാകുളം സെന്റ് മേരീസ് കത്തീഡ്രൽ ബസിലിക്കയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന 7ാമത് വിശുദ്ധ മദർ തെരേസ ബൈബിൾ ക്വിസ് മെയ് 1 നടത്തും. കേരളത്തിലെ സീറോ മലബാർ, ലാറ്റിൻ, സീറോ മലങ്കര റീത്തുകളിലെ ഇടവക, സെന്റർ, സ്ഥാപനം എന്നിവയിൽ നിന്ന് 2 പേർ വീതമുള്ള 2 ടീമുകൾക്ക് മത്സരത്തിൽ പങ്കെടുക്കാം. ബൈബിളിലെ വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 1 മുതൽ 15 വരെയുള്ള അധ്യായങ്ങൾ, സുഭാഷിതങ്ങൾ 20 മുതൽ 31 വരെയുള്ള അധ്യായങ്ങൾ, വിശുദ്ധ മദർ തെരേസയുടെ ജീവചരിത്രം, വിശുദ്ധ ചാവറ പിതാവിൻ്റെ ചാവരുൾ എന്ന പുസ്തകം, സഭാസംബന്ധമായ പൊതുചോദ്യങ്ങൾ എന്നിവയാണ് മത്സര വിഷയം. 10,001 രൂപയും എബി മാത്യു പൊളിനിൽക്കും തടത്തിൽ മെമ്മോറിയൽ എവർ റോളിംഗ് ട്രോഫിയുമാണ് 1ാം സമ്മാനം. 2ഉം 3ഉം സ്ഥാനങ്ങൾ നേടുന്നവർക്ക് യഥാക്രമം 5,001 രൂപയും അഡ്വക്കേറ്റ് PT ജോസ് പാലാട്ടി എവർ റോളിംഗ് ട്രോഫിയും 3,001 രൂപയും ടോണി ഹോർമീസ് ഓലൂക്കാരൻ എവർ റോളിംഗ് ട്രോഫിയും സമ്മാനമായി ലഭിക്കും. ഫൈനൽ റൗണ്ടിലെത്തുന്ന ടീമുകൾക്ക് 1,001 രൂപ വീതം ക്യാഷ് അവാർഡും, എഴുത്തു പരീക്ഷയിൽ 75% മാർക്ക് വാങ്ങുന്നവർക്ക് പ്രത്യേക സമ്മാനങ്ങളും, പങ്കെടുക്കുന്ന എല്ലാ ടീം അംഗങ്ങൾക്കും പ്രോത്സാഹന സമ്മാനങ്ങളും നൽകും. ഏപ്രിൽ 29 രജിസ്ട്രേഷൻ ചെയ്യേണ്ട അവസാന തീയതി. സെയിൻറ് മേരീസ് കത്തീഡ്രൽ ബസിലിക്ക, ബ്രോഡ്വേ, എറണാകുളം, കൊച്ചിൻ 682-031 എന്ന വിലാസത്തിൽ നേരിട്ടോ ഫോൺ വഴിയോ തപാലിലോ രജിസ്ട്രേഷൻ നടത്താം. ഫോൺ 0484-2351-516 അല്ലെങ്കിൽ 9495430618 അല്ലെങ്കിൽ 9447370666. മാർപ്പാപ്പ കൊളംബിയ സന്ദർശിക്കുമെന്ന് വത്തിക്കാൻ. സെപ്റ്റംബർ 6 മാർപ്പാപ്പ കൊളംബിയ സന്ദർശിക്കുമെന്ന വാർത്ത വത്തിക്കാൻ സ്ഥിരീകരിച്ചു. ഇന്ത്യ, ബംഗ്ലാദേശ്, സൗത്ത് സുഡാൻ തുടങ്ങിയ രാജ്യങ്ങൾ സന്ദർശിക്കുവാൻ താൻ ഏറെ ആഗ്രഹിക്കുന്നുണ്ടെന്ന് പാപ്പ വ്യക്തമാക്കി. 1964 മുംബൈ ദിവ്യകാരുണ്യ കോൺഗ്രസ് വേളയിൽ പോൾ 6 മാർപ്പാപ്പയും 1986 1999 വിശുദ്ധ ജോൺ പോൾ 2 മാർപ്പാപ്പയും ഇന്ത്യ സന്ദർശിച്ചിരുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മദ്യനയത്തിൽ സർക്കാർ വെള്ളം ചേർക്കരുതെന്ന് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി. സിസ്റ്റർ സുധാ വർഗീസിന് വനിതാ വുമൺ ഓഫ് ദി ഇയർ പുരസ്കാരം. ക്രിസ്തുമതം സ്വീകരിച്ചാൽ സംവരണം എടുത്തുമാറ്റുന്ന നിലപാട് വേദനാജനകമെന്ന് കർദിനാൾ മാർ ബെസലിയോസ് ക്ലീമീസ്. മാർപ്പാപ്പ കൊളംബിയ സന്ദർശിക്കുമെന്ന് വത്തിക്കാൻ. സഭയ്ക്കെതിരെയുള്ള സംഘടിത നീക്കങ്ങളെ തിരിച്ചറിയണമെന്ന് മാർ ആൻഡ്രോസ് താഴത്ത്. അഖില കേരള മദർ തെരേസ ബൈബിൾ ക്വിസ് മെയ് 1. ഇതോടെ വാർത്തകൾ സമാപിച്ചു. അടുത്ത സഭാ വാർത്തകൾ ബുധനാഴ്ച രാത്രി 8:30. ദൈവത്തിന് സ്തുതി.